സംസ്കൃതത്തിൽ ഉഷമലരി എന്നും തമിഴിൽ നിത്യകല്യാണി എന്നും ബംഗാളിയിൽ നയൻതാര എന്നും പേരുള്ള കാശിത്തീറ്റി ശ്രേഷ്ഠ മലയാളത്തിൽ അറിയപ്പെടുന്നത് ശവംനാറി, ശവക്കോട്ട ചെടി എന്നീ പേരുകളിലാണ്. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് തോന്നാം, പക്ഷേ പേരിൽ പലതുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഔഷധ ഗുണങ്ങൾ ഏറെ ഉണ്ടായിട്ടും ഉദ്യാനത്തിന് അലങ്കാരമായി തലയെടുപ്പോടെ വിരിയുന്ന പൂക്കളുടെ ഭംഗി പോലും വകവയ്ക്കാതെ പാഴ്ചെടിയായി കണ്ട് നമ്മളിൽ പലരും കാശിത്തീറ്റിയെ അവഗണിക്കുന്നത്. ഭാഷ ഏതായാലും ചെടികളുടെ പേരിന് പിന്നിൽ രസകരമായ കഥകളോ കാരണങ്ങളോ ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന്, പ്രകാശം തട്ടുമ്പോൾ വിരിയുന്നത് എന്ന അർത്ഥത്തിൽ ഉഷമലരിയാകുമ്പോൾ നിത്യവും പുഷ്പിക്കുന്നതിൻ്റെ പേരിൽ നിത്യകല്യാണി എന്ന് വിളിക്കാം. മനം കവരുന്നതിനെ കണ്ണിലുണ്ണി എന്ന് പറയും പോലെ നയന നക്ഷത്രമായി കണ്ട് നയൻതാര എന്ന പേര് വീണതിലും തെറ്റില്ല. എന്തുകൊണ്ടാവാം ശവംനാറി എന്ന പേര് വന്നത്? എത്ര പ്രിയപ്പെട്ടവരുടേതായാലും നേരത്തോടെ നേരമായാൽ ശവത്തിൻ്റെ മണം ദുസ്സഹമാണെന്നിരിക്കെ പ്രത്യേകിച്ചൊരു മണവുമില്ലാത്ത ചെടിയെ ശവംനാറി എന്ന് വിളിച്ചതിൻ്റെ കാരണം വിചിത്രമാണ്. ശവക്കോട്ടകളിൽ വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ചെടി പറഞ്ഞ് ശവക്കോട്ട ചെടിയും ശവംനാറിയുമൊക്കെ മാറുകയായിരുന്നു. ശവക്കോട്ടകളിൽ മാത്രം വളരുന്ന ഒന്നാണ് കാശിത്തെറ്റി എന്ന തെറ്റിദ്ധാരണയാണ് കേരളത്തിലെ വീട്ടുമുറ്റങ്ങളിൽ നിന്നും ഈ ചെടിയെ അധികം കാണാത്തതിൻ്റെ കാരണം. പൂവിനുള്ളിലെ വിത്ത് വീണ് കിളിർക്കുന്നതാണ് ഉഷമലരിയുടെ രീതി. റീത്തുകളിലും മറ്റും ഉപയോഗിക്കുന്നത് കൊണ്ട് ശ്മശാനങ്ങളിൽ എത്തപ്പെട്ട് വിത്ത് വീണിടം അവരുടെ ലോകമായി. അങ്ങനെ അവർ നമുക്കിടയിൽ ശവക്കോട്ട ചെടിയായി. മരണത്തെ ഭയത്തോടെ കാണുന്ന ശവക്കോട്ടകളെ ആത്മാക്കൾ വിഹരിക്കുന്ന സ്ഥലമായി കണ്ട് അകലം പാലിക്കുന്നവർ ആ പാവം പൂച്ചെടിയോടും അടുക്കാൻ കൂട്ടാക്കിയില്ല. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്ന് പഠിച്ച കേരളീയർ ശവങ്ങൾക്കൊപ്പം വസിക്കുന്ന ചെടിക്ക് ആ മണമുണ്ടെന്ന അനുമാനത്തിൽ എത്തിയതുമാകാം. ഉഷമലരി ചെടിയുടെ ഔഷധ ഗുണം കണക്കിലെടുത്ത് തമിഴ്നാട്ടിലും മറ്റും ഇതിൻ്റെ കൃഷി തന്നെയുണ്ട്. ഇലകളുടെ നീര് പ്രമേഹത്തിന് ശമനം നൽകും. ആദവും ഹൗവയുമായി കാണപ്പെടുന്ന ചുവപ്പും വെള്ളയും നിറത്തിലെ രണ്ടിനങ്ങൾക്കാണ് ഔഷധ ഗുണം. ആൽക്കലോയിഡുകൾ വേർതിരിച്ചറിയണമെന്ന് മാത്രം. വിഷാംശം നീക്കം ചെയ്യാൻ പ്രത്യേകം ശുദ്ധം ചെയ്തെടുക്കണം. നിരവധി നിറങ്ങളിലുള്ള ഇനങ്ങൾ വികസിപ്പിച്ചെടുത്ത് വിദേശ രാജ്യങ്ങളിൽ അലങ്കാര ചെടിയായി പൂന്തോട്ടങ്ങളിലും ഇവ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഇന്ന് ലോകം ഭയക്കുന്ന, ഇല്ലാതാകാൻ പ്രാർത്ഥിക്കുന്ന അർബുദം പോലുള്ള രോഗത്തിനുള്ള മരുന്നും ഉഷമലരിയിൽ നിന്നാണ് എടുക്കുന്നത്. മരണം നിഴൽ പോലെ പിന്തുടരുന്ന രോഗത്തിൻ്റെ മരുന്ന് ഈ ചെടിയിൽ ദൈവം കരുതി വെച്ചത് കാലത്തിൻ്റെ വലിയൊരു തിരുത്തലാകാം. ജീവൻ രക്ഷിക്കുന്ന സുഹൃത്തായി മാറുമ്പോൾ വിരിയുന്ന പുതിയ പ്രകാശം മധുരമായ ഒരു പകരം വീട്ടിലാണ്. ഞാൻ ശവംനാറിയല്ല എന്ന് ഉറക്കെയുള്ള പ്രഖ്യാപനമാണ്. ഉഷമലരി എങ്ങനെയൊക്കെ ആരോഗ്യത്തിനും രോഗശമനത്തിനും പ്രയോജനകരമാണെന്ന് നോക്കാം. വെസ്റ്റ് ഇൻഡീസാണ് ഉഷമലരിയുടെ ജന്മദേശമെന്ന് കരുതപ്പെടുന്നു. ഉഷമലരിയുടെ നിറങ്ങളെ അടിസ്ഥാനമാക്കി ചുവപ്പ് ഉഷമലരി, വെള്ള ഉഷമലരി എന്നിങ്ങനെ വേർതിരിക്കാം. ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും വിഷത്തെ ഇല്ലാതാക്കാനും ഇവ സഹായിക്കും. അതുപോലെ ഉറക്കമുണ്ടാക്കുന്നതിനുമുള്ള രാസവസ്തുക്കളും ഉഷമലരി ചെടിയുടെ വേരുകളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നുണ്ട്. അജ്മാലിസിൻ, സെർപ്പൻറ്റൈൻ, റിസർപ്പിൻ, വിൻഡോലിൻ, വിൻഗോബ്ലാസ്റ്റിൻ എന്നീ ആൽക്കലോയിഡുകളും ഈ സസ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. മാരകരോഗങ്ങളായ രക്താർബുദം, ട്യൂമർ അർബുദാവസ്ഥകൾ എന്നിവയ്ക്കും ശാശ്വത പരിഹാരം നൽകാൻ കഴിയുന്ന ഘടകങ്ങൾ ഉഷമലരി ചെടിയിൽ അടങ്ങിയിട്ടുണ്ട്. ഉഷമലരിയുടെ വേരുകൾ അരച്ചിട്ട് വേദനശമനിയായി ഉപയോഗിക്കാം. കടന്നൽ, തേൾ കുത്തുമ്പോൾ ഉണ്ടാകുന്ന നീരും വേദനയും ശമിപ്പിക്കുന്നതിനും നേത്രരോഗങ്ങൾക്കും ആയുർവേദത്തിൽ ഇവ ഉപയോഗിച്ചിരുന്നു. രക്തത്തിലെ ശ്വേതരക്താണുക്കളുടെ എണ്ണം കുറയ്ക്കാമെന്നതും ഇതിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. അർബുദത്തിന് പ്രതിവിധിയായുള്ള വിൻക്രിസ്റ്റിനും വിൻബ്ലാസ്റ്റിനും ഉഷമലരിയിൽ നിന്നും വേർതിരിച്ചെടുത്ത ഔഷധങ്ങളാണ്. ഉഷമലരിയുടെ ഇലകളും ഔഷധമേന്മയുള്ളവയാണ്. ഇവ ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് കുടിച്ചാൽ പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഉഷമലരിയുടെ വിത്ത് തറയിൽ വീണ് പൊട്ടിമുളച്ചാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവ പിഴുതുമാറ്റിയും കമ്പ് മുറിച്ചു നട്ടും ചെടി വളർത്താം.